ആ മോനെ വൈകിട്ട് പാർട്ടിക്കെല്ലാം റെഡിയല്ലേ? പാർട്ടിയോ? ആ, സെന്റ് ഓഫ് പാർട്ടി. ആരുടെ സെന്റ് ഓഫ്? നമ്മുടെ സ്ത്രീയുടെ പുതിയൊരു ആഡിന്റെ സജഷനുമായിട്ട് മാഡത്തിന്റെ മുറിയിലേക്ക് കയറിയല്ലേ ആള്. ആണോ? എന്നാ ഇന്നത്തെ സെന്റ് ഓഫ് നമുക്ക് ഗ്രാൻഡ് ആക്കണം. നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. അത് നീ ഇൻഡിപെൻഡന്റ് ആവുമ്പോ എക്സിക്യൂട്ട് ചെയ്താ മതി. ഇപ്പം ഈ ചാട്ടി നോക്കിയാ മതി. കല്യാൺ ജ്വല്ലറിയുടെ ആഡ് കണ്ട ശേഷം ശർമ്മ ഗ്രൂപ്പിന്റെ പുതിയ ആഡ് നീ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. സോ ഈ ആഡ് വളരെ നന്നായിരിക്കണം ശ്രീ. ഞാൻ ട്രൈ ചെയ്യാം മാം. പിന്നെ ഈ ആഡ് നന്നാവണമെങ്കിൽ മോഡൽസ് അത്ര ഇംപ്രസീവ് ആയിരിക്കണം. ഇത്തരം ഫോട്ടോസ് നോക്കിയിട്ട് എനിക്ക് ആരെ അത്ര സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. നീ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇതാ ഈ മാഗസിൻ കൊണ്ടുവന്നേ. എങ്ങനെയുണ്ട് ഈ കുട്ടി? കൊള്ളാം. ഇത് തന്നെ നമ്മുടെ കക്ഷി. കുട്ടിയുടെ പാരന്റ്സ് ഗൾഫിലാ. ഞാൻ അവരോട് സംസാരിച്ചു. ദേ ആർ വെരി മോഡേൺ. കുട്ടി തീരുമാനിക്കട്ടെ എന്നാ അവരുടെ സ്റ്റാൻഡ്. ശ്രീ കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. അതിന് കുട്ടി എവിടെയുണ്ട്? എങ്കിൽ തുറന്നു പറയാം, കുട്ടിയെ കണ്ട നിമിഷം തന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. എന്ത്? അല്ല, മാഗസിനിൽ ഫോട്ടോ കണ്ടപ്പോ മോഡൽ എന്ന നിലയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതാ, അല്ലാതെ മൊബൈൽ നമ്പർ അല്ല. ഈ പരസ്യത്തിന് ഇത്രയും നല്ല മോഡലിന് വേറെ കിട്ടില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ഓ, ഹാനി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ഈ ആഡിന്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നെ ഞങ്ങളുടെ കണ്ടീഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതിനെക്കുറിച്ച് ചരിത്രവും പൗരധർമ്മവും ഒന്നും പറയണ്ട, ഇല്ല കുട്ടി? എടാ എടാ, കുട്ടി ഷൂട്ടിംഗ് ഡേറ്റ് എന്നാണെന്ന് ചോദിക്കുന്നു. എടാ, സിസ്റ്റേഴ്സാടാ. അല്ലേ? അതെ അല്ലേ? ആണ്. നീ ഇന്നലെ എവിടെയായിരുന്നു? അത് ഇവളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യണ കണ്ണിൽ കുത്തിത്തിരയുടെ ഐലൻഡ്സ് കിട്ടിയിട്ടുണ്ടാവും. പോട്ടെ. ആ ശർമ്മ ഗ്രൂപ്പിന്റെ മോഡലിങ്ങിന് ഞാൻ ആനിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാം. പക്ഷെ ഇവനൊരു അക്ഷരം ശ്രദ്ധിക്കണ്ടേ? ഇവൻ അപ്പോഴും ഏതോ വഴിയെ പോണ പെണ്ണുങ്ങളെ വായി നോക്കിക്കായിരുന്നു. ഏതോ വഴിയെ പോണ പെണ്ണല്ല. ആ കുട്ടിയെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ഫസ്റ്റ് ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോഴാണ്. എൻ്റെ ഫസ്റ്റ് വർക്കിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് എവിടെയോ നിന്നെന്ന പോലെ കയറി വരികയായിരുന്നു ആ കുട്ടി. ഇതിപ്പോൾ രണ്ടാമതൊരു വർക്ക് പ്ലാൻ ചെയ്യുമ്പോഴും ആ കുട്ടി കയറി വന്നു. അന്ന് എൻ്റെ ഫ്രെയിമിലേക്ക് കയറി വന്ന പോലെ തന്നെ. എന്താടാ മൂന്നാമത് ആ കുട്ടി? ഏത് കുട്ടിയുടെ കാര്യം നിങ്ങൾ പറയുന്നേ? ഇവൻ പറഞ്ഞ കുട്ടിയുടെ. എവിടെ എവിടെ? അവിടെ അവിടെ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ബ്ലാക്കാ? അല്ല, ഗ്രീനാ? ഓറഞ്ച്. Zumba, zumba, muere. Zumba, zumba, muere. Zumba, zumba, muere. Zumba, 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 muere. അങ്ങനെ നമ്മൾ സ്വർഗപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു. നല്ല പച്ചപ്പ്, ഇടിവെട്ട് കാലാവസ്ഥ. പക്ഷെ വിദേശി കിട്ടാൻ പാടായിരിക്കും. സാരമില്ല, സ്വദേശിയും വെടിയിറച്ചും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ നീ ഇതിനാണ് ഇവിടെ വന്നത്? പട്ടാപ്പകല് 12 കിടന്നു. നമ്മളിവിടെ വന്നിറങ്ങിയ വിവരം അമൃതയുടെ വീട്ടുകാർ അറിഞ്ഞെന്നാ തോന്നുന്നത്. നീ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങോട്ട് നോക്കി. ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കണ്ട, നമുക്ക് ആഞ്ഞു വിടാവാ. ചേട്ടാ, എന്താ പ്രശ്നം? അതാ വീട്ടിലെ ചെറുക്കൻ ആ ഗോവിന്ദ നായ്ക്കർ ജോലി കൊടുത്തിരുന്നു. ചെറുക്കൻ കയറി നായ്ക്കരുടെ മോളെ അങ്ങ് പ്രേമിച്ചു. നായ്ക്കര് പരാതി പറഞ്ഞത് നമ്മുടെ ദേവേന്ദ്ര പട്ടേലരോട്. പട്ടേലര് ചെറുക്കന്റെ ബന്ധുക്കളെ വീടാൻ കത്തിക്കാൻ പറഞ്ഞു. വേറെ ഒരു കുഴപ്പമില്ല.
ഞാനും ചെന്നൊരു കഴുക്കോലെങ്കിലും തീ വെക്കട്ടെ. പട്ടേലര് പറഞ്ഞാൽ തിരിയില്ലെങ്കിൽ മോശം. എടാ ഇത് സ്വർഗപുരമല്ല നരകപുരം, നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകാനല്ലല്ലോ നമ്മളിവിടെ വന്നത്. എടാ നിനക്ക് ഈ ദേവേന്ദ്ര പട്ടേലർ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. നമ്മുടെ അച്ഛൻ. എങ്കിൽ തിരിച്ചു പോകേണ്ടി വരൂല. പട്ടേലരുടെ വീട്ടിൽ എന്തിനാ ഒരു പട്ടി? നിങ്ങൾ വാ. ആരാ ഇവര്? അയ്യായെ കാണാൻ. എന്താ ഗോവിന്ദ? എന്താ കാര്യം? ഞങ്ങള് ഡൽഹിയിൽ നിന്ന് വരിക. അവിടെ ഒരു ചാനലിൽ വർക്ക് ചെയ്യാ. ഇവിടെ 6-7 കിലോമീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയയിൽ കഴിയുന്ന ട്രൈബൽസിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി എടുക്കാനാ ഞങ്ങൾ വന്നത്. ഇത് മാത്തൻ ക്യാമറാമാനാ. ഞാൻ ശ്രീനാഥ് ഡയറക്ടർ. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് താമസിക്കാൻ ഒരു ലോഡ്ജ് പോലും ഇല്ലെന്ന്. നമ്മുടെ തെക്കുപുറത്ത് വീട് വാടകയ്ക്ക് ചോദിച്ചു വന്ന കുട്ടികളാ. വീട് സാറിന്റെ ആണെന്ന് അറിഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് അത് വാടകയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞങ്ങൾ വന്ന കാര്യം നടക്കുന്നവരെ മതി. ഡോക്യുമെന്ററി ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കാറില്ല. വേണ്ട, വാടകയ്ക്ക് കൊടുക്കണ്ട. സാറ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നാ മതി. എന്താ ഇവൻ പറയുന്ന കാര്യമാക്കണ്ട. വാടക എത്ര വേണേലും തരാം. ഡോക്യുമെന്ററി എടുക്കാതെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാ. ഗോവിന്ദ, എന്തോ ഞാൻ ഒരു കാര്യം ഒരു തവണയെ പറയാറുള്ളൂ എന്ന് അവരോടൊന്ന് പറഞ്ഞേക്ക്. മനസ്സിലായില്ലേ? വേഗം സ്ഥലം വിടുകയെന്ന്. ചെല്ലിയല്ലേ? സ്ഥലം വിടുകയെന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെയല്ല പോണത്. ഇനി നിന്നിട്ട് കാര്യമില്ല. വാ വാ പോകാം. ഡോക്യുമെന്ററി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ താൻ ആ വീട്ടിലെ കാര്യസ്ഥനാണ്. വീട് വാടക തരാൻ കാശ് എണ്ണി വാങ്ങിച്ചിട്ട് അയ്യോടാ, നിങ്ങളെ കണ്ടപ്പോ തന്നെ അങ്ങേർക്ക് ഇഷ്ടപ്പെടാൻ പോയത് എന്റെ കുഴപ്പമാണ്. കണാ ഗുണാ പറയാതെ കാശിങ് എടുത്തേ. നീ വലിയ അയ്യോ ഗോവിന്ദേട്ടാ, ഇവനെങ്ങനെ പലതും പറയും. ഗോവിന്ദേട്ടൻ കാശൊന്നും തരണ്ട. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ വീടൊന്ന് ശരിയാക്കി തന്നാ മതി. നീ അവനെ പോലല്ല, നിനക്ക് വിവരമുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾ വാ. വിശന്നിട്ട് വയറ്റിലെ കൊടലുകളിൽ രാമായണം വായിക്കണം. എന്നാൽ ഇങ്ങനെ ഒരു നാട്. കേറിക്കിടക്കാൻ ലോഡ്ജില്ല, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലില്ല. നീ ഇതൊന്നും കേൾക്കണില്ലേ? ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ വല്ല പശുത്തൊഴുത്തിൽ നുഴഞ്ഞു കയറും. പശുത്തൊഴുത്ത് നുഴഞ്ഞാറാ നീ എന്താ കാളയാ? എടാ അവിടെ വല്ല പിള്ളാക്കെങ്കിലും കിട്ടും. അത്രക്ക് വിശക്കണ്ടാ. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്താ? ഓഹോ, ഇപ്പൊ തന്നെ അമൃതയെ അടിച്ചു മാറ്റി നമ്മൾ സ്ഥലം വിടാൻ പോവുകയാണല്ലേ? എടാ പോട്ടാ, എങ്ങനെയെങ്കിലും അമൃതയൊന്ന് കണ്ടിരുന്നെങ്കിൽ അല്പം ഭക്ഷണമെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ വിശന്ന വയറും വെച്ച് മതിലേക്ക്. ഇതൊരു ശീലമാക്കണ്ട. എന്താ ആ ശബ്ദം? വല്ല കള്ളന്മാരെ മറ്റോ ആണോ? നീ ചെന്നാ പട്ടി തുറന്നവിടെ. ഇതിലേതായിരിക്കും അമൃതയുടെ മുറി? വിളിച്ചു ചോദിച്ചാലോ? നല്ല ബുദ്ധി. ഇതാണ് നമ്മൾ കള്ളന്മാരെ കാര്യത്തിൽ യാതൊരു ഭാവിയില്ല. ഒരു പാത്രം എടുത്തിറങ്ങി പശുവിനെങ്കിലും കറന്നുകൊണ്ട് പോവാമായിരുന്നൂടാ. പശു കേട്ടു വിട്ടോടാ. ഈ രാത്രിയിൽ നിങ്ങൾ എന്തിനാ ഈ പറമ്പിൽ കിടന്നത്? വിശന്നിട്ടാ. വിശന്നിട്ടോ? ഈ നാട്ടിലൊരു ഹോട്ടൽ പോലും ഇല്ലാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. വിശന്ന് വയറിന്റെ ഇടപാട് തീർന്നു. അപ്പൊ വെല്ലം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ ഇങ്ങോട്ട് കയറിയത്.
അതിന് മതിൽ ചാടണോ? ഗേറ്റ് ചാടണ്ടെന്ന് കരുതിയാ മതിലേ അടിയത്. ആ. ഏതായാലും ഈ നാട്ടിൽ വന്നിട്ട് ആരും പട്ടിണി കിടന്ന് മരിക്കണ്ട. ഭാനു, ഇവർക്ക് കഴിക്കാൻ എന്താ ഉള്ളതെന്ന് വെച്ചാ കൊടുത്തേക്ക്. ഇവിടെ അല്ല, പുറയില്. ഞാൻ പറഞ്ഞില്ലേ പറയില്ലാണ്. നിങ്ങളൊക്കെ കഴിച്ചോ ആവോ? കഴിച്ചു. നിങ്ങൾ ഇട്ടരി, അത് കിട്ടരി. പായസം. അയ്യോ ഇല്ല. മതിലാടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പായസം ഉണ്ടാവില്ലെന്ന്. ഇപ്പൊ പപ്പടം കഴിക്കേ, പായസം പിന്നെ കഴിക്കാം. കഴിക്കേ. ഒറ്റ ഇടിയെന്ന്. ആ, അതെന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ ചെയ്യാം. നാളെ വിളിക്കൂ. ശരി. അച്ഛാ, ഈ മുറ്റത്ത് വന്ന് സഹായം ചോദിക്കുന്നവരെ അച്ഛൻ വെറും കൈയോടെ മടക്കി അയക്കാറില്ലല്ലോ. മാത്രമല്ല അന്യനാട്ടീന്ന്, അത് വളരെ ദൂരേന്ന് വന്നവരല്ലേ, അവർക്ക് താമസ സൗകര്യം കൊടുത്തൂടെ? അച്ഛൻ സഹായിച്ചില്ലെങ്കിൽ ഇവിടെ ആരാ അവരെ സഹായിക്കാൻ? ആ തേങ്ങാപ്പുരം നിങ്ങൾ താമസത്തിന് എടുത്തോളൂ. താക്കോല് ഗോവിന്ദന്റെ കയ്യിലുണ്ട്. വാടകയൊന്നും വേണ്ട. ശരി. പിന്നെ സിറ്റിയിലെ ചെറുപ്പക്കാരുടെ തോന്നിയാസം വല്ലതും ഇവിടെ എടുത്താൽ അത് ഞങ്ങൾ ഇവിടെ എടുക്കൂല. ചെല്ല്. അത് പിന്നെ നമ്മൾ ഭാഗ്യം നായിന്റെ നമ്മള് കൂട്ടില്ല. നീ എന്താ അവളോട് ചോദിച്ചത്? മീശയുണ്ടോന്നോ? ഇന്ന് ഈവനിങ് ഷൂട്ടിംഗ് ഉള്ളൂ. അപ്പൊ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഇറങ്ങിയതാ. അതിനെന്താ, വരൂ, കേറി വരൂ. എടാ മാത്ത, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കുഴപ്പമൊന്നും. അത്ര കുഴപ്പമാണോ? പിന്നെ കുഴപ്പമെന്ന് വെച്ചാ ഭയങ്കര കുഴപ്പം. പക്ഷെ പരിഹരിക്കാം. അല്ല, എന്ത് കുഴപ്പമാണെന്ന് നിങ്ങൾ പറയുന്നത്? അതായത് ആന്റി, ഈ ശ്രീനാഥ് ഡോക്യുമെന്ററി ഫിലിംസ് മാത്രമല്ല വലിയ വലിയ കമ്പനികളുടെ ആഡ് ഫിലിംസ് ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവനൊരു വീട്ടിൽ കയറിയാൽ അപ്പൊ അറിയാം അവിടുത്തെ ഇന്റീരിയർ ഡിസൈൻ ശരിയാണോ അല്ലയോ എന്ന്. എന്നാലും ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ശരിയല്ലെന്ന് ഇത്ര പെട്ടെന്ന് നീ കണ്ടുപിടിച്ചല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് ആന്റി, ഈ വീട്ടിലെ ചില സാധനങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെച്ചാ വീടിന്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂടും. അതെ, ഈ പാഞ്ഞ് ഇങ്ങോട്ട് മാറിയുന്നേ, നിന്നേ നീ അങ്ങോട്ട് മാറിയുന്നേ, ഇപ്പൊ തന്നെ ഭംഗി കൂടിയില്ലേ? വേണമെങ്കിൽ ഞാനത് ചെയ്തു തരാം. വേണമെങ്കിലല്ല, ചെയ്തു കൊടുത്തേ പറ്റൂ. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ, ഇതൊക്കെ അമ്മുന്റെ അച്ഛനോട് ചോദിക്കാതെ. അയ്യോ ആന്റി, ഇത് അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്നാലും ഒന്നുമില്ല. ആന്റി അടുക്കള ചെന്ന് ഒരു ചായ ഇട്ട് വരുമ്പോഴേക്കും, 2 ടീ ഇട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് ഷേപ്പ് തന്നെ മാറ്റി തരും. മധുരം കുറക്കണ്ട, നീ ഓവറാക്കണ്ട. ഞാനല്ലല്ലോ ഓവറായത്. ഈ ഷേപ്പ് മാറ്റി തരണേ ഈശ്വര. അയ്യോ,
എന്താ ഇവിടെ? ഞാൻ അല്ല, ഞങ്ങൾ ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ഒന്ന് പരിഷ്കരിക്കാന്ന് കരുതി. ആരോട് ചോദിച്ചിട്ട്? ഇവിടുത്തെ അമ്മയോട് ചോദിച്ചിട്ട്. എടാ ശ്രീ, നീ പറഞ്ഞ സാധനം ഞാൻ ഏയ്, നിന്നോട് ആര് പറഞ്ഞു ഈ പാത്രം എടുക്കാൻ? ഞാൻ പറഞ്ഞിട്ടാ. അല്ല, അതിൽ കാര്യമുണ്ട്. നീ പിടിച്ചേ. സാർ ഇബിനു ബത്തൂത്ത എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ബത്തൂത്തയുടെ ഇന്ത്യ സന്ദർശന കാലത്താണ് ഇത്തരം പാത്രങ്ങൾ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത്. അതിങ്ങനെ ഒരു മുറിയിൽ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ മാതാ, നീ അത് ഇവിടെ വെച്ചേ. ദേ, ഇതുപോലത്തെ ചട്ടിയും കലം വേറെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുറിയിൽ അടുക്കി വെക്കാം. നല്ല ഇടിവെട്ടായിരിക്കും. ചട്ടിയും കലവോ? ഗംഗയിൽ ഒഴുക്കാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്റെ അച്ഛന്റെ ചിതാഭസ്മാണത്. അത് നീ തൊട്ട് അശുദ്ധമാക്കിയില്ലേ? ആ ചിതാഭസ്മ പാത്രം എടുത്തു മാറ്റാൻ നിനക്ക് തോന്നിയത് ഏത് നേരത്താണോ? അപ്പൊ നേരെ ഒരു 10-10 കാണും. നമ്മൾ ആ പാത്രം താഴെയിട്ടത് അമൃതയ്ക്ക് തീരെ പിടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അവർക്ക് ആ ഭസ്മം പൊട്ടാത്ത പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചൂടെ? ഫ്രിഡ്ജാ? ബാങ്കിലെ ലോക്കർ വെക്കണം. ഓ, അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഒറ്റ ഏതായാലും പറ്റിയത് പറ്റി. ഇനി അമൃതയോട് ചെന്നൊരു സോറി പറയാം. ചിലപ്പോ ഇതൊരു വലിയ പിണക്കത്തിന്റെ തുടക്കമായാലും. എടാ പട്ടി, ഇത് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അല്ല, അവിടെ ഒരു പട്ടിയുള്ള കാര്യം പറഞ്ഞതാ. ആ പട്ടിയുടെ വീട്ടുകാരുടെ ഒക്കെ കണ്ണു വെട്ടിച്ചാ പറ്റൂ. എനിക്ക് അമൃതയോട് സോറി പറയേണ്ടത് അത്രയ്ക്ക് അത്യാവശ്യം. ഈശ്വര, പട്ടിയുടെ കടി കൊണ്ട് പേ പിടിച്ചേ മരിക്കൂ. അതെ, അന്തം വിട്ട് ഓടുന്ന കണ്ടല്ലോ, പിന്നെ എന്തിനാ നിന്ന് കളഞ്ഞത്? അതെ, ആ പട്ടേലരും പട്ടിയും പുറത്തുണ്ടോ എന്ന് നോക്കണ്ടേ? പട്ടേലരുടെ കാര്യം എനിക്കറിയില്ല. പട്ടി ഉണ്ടെങ്കിൽ തന്നെ കൂട്ടിലായിരിക്കും. കേറിക്കോ. കൂട്ടിലാണെങ്കിൽ തന്നെയും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല, കാരണം പട്ടിയാണേ. അതെ അതെ, ഇവിടെ എങ്ങും ഇല്ലെന്നാ തോന്നുന്നു. പട്ടി എന്ത് ചെയ്യും? തല്ലി ഞാൻ പറഞ്ഞേക്ക് കൊല്ലും. പട്ടി പട്ടി അലസന്നില്ലാത്ത പട്ടിയാണത്. പോകാൻ പറഞ്ഞില്ലേ? അയ്യോ, അടി വന്നേ, എന്റെ പട്ടി വന്നേ. മരത്തിന്റെ മുകളിൽ ഞാൻ എങ്ങനെ കയറി? ഞാനിവിടെ ഇരിക്കുന്ന കാര്യാക്കണ്ട. ചേച്ചിമാരി കുളിച്ചോ കുളിച്ചോ. അയ്യോ, ഓടി വരണേ. ഒരുത്തനെന്നെ ഒളിഞ്ഞു നോക്കണേ. നോക്കണോ? അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എന്തിനാ മരത്തിന്റെ മേളിൽ കയറി? പട്ടി ഓടിച്ചിട്ട് ഇപ്പൊ കേറിയതാ. അയ്യോ അയ്യോ. അയ്യോ അയ്യോ മാതാ, ഇതെന്തു പറ്റി? നീ ആളാകെ അവശനായിരിക്കുന്നു. വല്ലയിടത്തും വീണ അതോ? ദുഷ്ട, ആ പണ്ടാര കലമര എന്നെ തല്ലിക്കൊല്ലണ കണ്ടപ്പോ നീ അവിടെ നോടി രക്ഷപ്പെട്ടുവല്ലേ? അതിപ്പോ നിന്നോട് ആരെങ്കിലും പറഞ്ഞു അതിനിടെ ആ സ്ത്രീ ഒളിച്ചു നോക്കാൻ? നിനക്ക് ഇത്ര സ്വഭാവം മുമ്പില്ലായിരുന്നല്ലോ. വന്ന് നീ ആകെ വഷളായി മാറിക്കൊണ്ടിരിക്കുക. മോശം, വളരെ മോശം. എന്റെ വാലിരിക്കുന്ന നീ കേൾക്കും, പറഞ്ഞേക്കാം. ഞാനിവിടെ വരും മുമ്പ് കരുതിയത് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നം ആ പട്ടരാണെന്നാണ്. പട്ടരല്ലടാ, പട്ടേലർ. ഏത് ടൈലറെങ്കിലും ആവട്ടെ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, പ്രശ്നം അയാളല്ലെന്ന്. പിന്നെ ആരാ? ഈ പട്ടി അല്ലാതെ ആരാ? എനിക്കല്ലേ അതാ ആലുവത്തിന് ഇപ്പൊ മയങ്ങി വീണ് കണ്ട് ഇതിപ്പോ വീഴും. അവളും
നീ ഇത് എങ്ങോട്ടാന്ന് വിചാരിച്ച ചവിട്ടണത്? മോനെ തിരിച്ചു വന്ന് പട്ടേലര് പത്രത്തിൽ പരസ്യം കൊടുത്താൽ പോലും തിരിച്ചു വരാത്ത അത്ര ദൂരത്ത് വേണം പട്ടിയെ കൊണ്ട്